ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷായ ബീഫ് ചാപ്സ് ആണ്. ട്രഡീഷണലായിട്ട് മൺചട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ മൺചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലാണെങ്കിലും ചെയ്യാവുന്നതാണ്. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കട്ടിയായി സ്ക്വയറായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടുന്നത് 2 സവാള അരിഞ്ഞത്, പിന്നെ 6 പച്ചമുളക്, അത് നടുവേ കീറിയെടുക്കാം. മൊത്തമായിട്ട് കീറിക്കളയണ്ട, പകുതി വരെ കീറി വെച്ചാൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. ഇനി കുരുമുളക് പൊടി, അത് 5 ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. 3 ഏലക്ക പൊടിച്ചത്. ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ. ഇനി ബീഫ് സ്ലൈസ് ചെയ്തെടുക്കാം. കട്ടി കുറച്ച് ഇതുപോലെ സ്ലൈസ് ചെയ്യാം. ഒത്തിരി കട്ടി കുറയരുത്. ഇനി ഓരോ പീസും നന്നായി ചോപ്പ് ചെയ്തെടുക്കുക. 2 വശവും നന്നായി ചോപ്പ് ചെയ്യണം. ആദ്യം നീളം ചോപ്പ് ചെയ്തിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും ചോപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ പീസും ചോപ്പ് ചെയ്തെടുക്കുക. മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു പോകാതെ നന്നായി ചോപ്പ് ചെയ്യുക. എല്ലാ പീസും ഞാൻ നന്നായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യിടാം. എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയാണ്. നിർബന്ധമില്ല, എങ്കിലും ഇട്ടാൽ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു മൺചട്ടി എടുക്കുക. ഇനിയിപ്പോൾ ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കർ ആയാലും മതി, കുഴപ്പമില്ല. ട്രഡീഷണലായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മൺചട്ടി ഉപയോഗിച്ചത്. അപ്പോൾ സവാള 2 അരിഞ്ഞത് ചേർക്കാം. സവാളയ്ക്ക് പകരം ഇത്രയും തന്നെ ഉള്ളി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളക് ചേർക്കാം. ഇനി ഇഞ്ചി ചേർക്കാം. ഇനി കുരുമുളക് പൊടി. കുരുമുളക് അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 5 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി 5 ടീസ്പൂൺ. ഇനി ഒരു 3 ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, മറ്റെണ്ണയൊന്നും ഉപയോഗിക്കരുത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഞെരടിയെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം നന്നായി മിക്സ് ചെയ്ത് ഞെരടി എടുക്കുക. എല്ലാ പൊടികളും നന്നായി യോജിച്ച്
സവാളയും പച്ചമുളകും ഇഞ്ചി ഉപ്പ് എല്ലാം കൂടി നന്നായി കുഴയ്ക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് മഞ്ഞൾ ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ കറിക്കൊരു കറുപ്പ് നിറമായിരിക്കും. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബീഫും നന്നായി സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാമായിട്ട് നന്നായിട്ട് തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെക്കാം. എല്ലാം നന്നായി യോജിച്ച് ഉപ്പൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ യോജിപ്പിച്ച് വയ്ക്കാം. ഇനി 10 മിനിറ്റ് ഇതുപോലെ മൂടി വയ്ക്കാം. ഇനി അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പിൽ വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചട്ടി ചൂടായ ശേഷം പിന്നെ തീ കുറച്ചിടുക. ഇനി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ചട്ടിയുടെ മുകളിൽ വയ്ക്കുക. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ വീണ്ടും വെള്ളം മാറ്റി തണുത്ത വെള്ളം വെക്കുക. തണുത്ത വെള്ളം എന്ന് ഉദ്ദേശിച്ചത് ഫ്രിഡ്ജിലെ വെള്ളമല്ല, സാധാരണ വെള്ളം. ഇങ്ങനെ ചെയ്യുന്നത് ഈ പാത്രത്തിൻ്റെ അടിയിൽ വരുന്ന നീരാവിയുടെ വെള്ളം കൊണ്ട് വേണം ഈ ഇറച്ചി വേകാനായിട്ട്. തീ നന്നായി കുറച്ചിടുക. കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ചൂടായി വരും. അപ്പോൾ മാറ്റി വീണ്ടും തണുത്ത വെള്ളം വെക്കുക. ഇപ്പോൾ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റി വേറെ വെള്ളം വെക്കാം. ഇങ്ങനെ 3-4 തവണ വെള്ളം മാറ്റി വെക്കേണ്ടി വരും. അപ്പോഴേക്കും ഇറച്ചി നന്നായി വെന്ത് കിട്ടും. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വേപ്പിലയും അരി കളഞ്ഞ ഉണക്കമുളകും, അധികം വേണ്ട, ഒരു 4-5 ഉണക്കമുളക്, ഉള്ളിൽ അരി കളഞ്ഞതായിരിക്കണം. പിന്നീട് കുറച്ച് വേപ്പിലയും ഇട്ട് താളിച്ച് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. അധികം ചാറ് വേണ്ട, നന്നായി വരട്ടിയെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ചാപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് ഇറ്റ്.